ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാനില ഐസ്ക്രീം വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒന്നാണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ പ്രിലൈനും കുറച്ച് ബൂസ്റ്റും കുറച്ച് കോക്കോ പോപ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. ജെംസോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചില്ലിൽ ഞാൻ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ചെയ്യുമ്പോൾ ലീക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എന്ന് പറയുമ്പോൾ ചെറുതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിലേക്ക് വാനില ഐസ്ക്രീമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം ചെറുതായി ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു പാകത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ലെവൽ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കി ഇട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് കുറേശ്ശായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്സ് സ്ട്രോബെറിയുടെ എസൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്ന ഐസ്ക്രീം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ കോൺഫ്ലേക്സും ബൂസ്റ്റ് അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എല്ലാ ലെയറിലും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ പാത്രം ആയതുകൊണ്ട് അധികം ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മേലെ അടുത്തായിട്ട് ഇടുന്നത് പിസ്ത ഐസ്ക്രീമാണ്. അപ്പോൾ അതിനുവേണ്ടി വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് പിസ്ത എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ലെയർ ഐസ്ക്രീമും ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ നോക്കുക അടിയിൽ ലീക്കായി വരുന്നുണ്ടോയെന്ന്. ചെറുതായി ലീക്ക് തുടങ്ങും, എങ്ങനെയായാലും ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ലീക്ക് ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ അതെടുത്ത് ഫ്രീസറിൽ വെക്കുക. അപ്പം ഞാൻ ഇതെടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ്. ഇതിൻ്റെ മേലെ ഒരു ലെയർ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇതെടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ അടുത്ത ലെയറായിട്ട് മാംഗോ ഐസ്ക്രീമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് മാംഗോ എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഇപ്പോൾ ഞാനൊരു പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലീക്കൊന്നും വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മേലെ കോൺഫ്ലേക്സും നമ്മുടെ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുള്ള എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാംഗോ ഐസ്ക്രീമും മേലെ വെച്ചിട്ടൊന്ന് ലെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാത്രം നിറഞ്ഞിട്ടുണ്ട്, ഇത്രയും മതിയാവും. അപ്പോൾ നമുക്ക് നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എത്രത്തോളം ലെയർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ലെയറൊക്കെ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഐസ്ക്രീം കൂടുതലെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നേരെ ഫ്രീസറിൽ മാറ്റാം. ഒരു 4-5 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും സെറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പുറത്തേക്ക് വെച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഇത് പാത്രത്തിൽ നിന്ന് പോരുക. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ചിരട്ടപ്പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ മെത്തേഡിൽ തന്നെ നമ്മുടെ നീളമുള്ള പുട്ടുകുറ്റിയിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചില്ല് അത് മാറ്റാം. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.